ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഇന്ന് വിക്കിൻ്റെ സ്കൂളിലോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ടൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, നിങ്ങളെയും കൂടെ ഒപ്പം കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റതാണ് നേരത്തെ. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നല്ല വെളിച്ചം ഉണ്ടാവും കേട്ടോ. 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നല്ല വെളിച്ചം കാണാം. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഒരു ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ആകുമ്പോഴാണ് ഒരിച്ചിരി ഇരുട്ട് കൂടുതലാവുന്നതെന്ന് വെച്ചാൽ പകൽ കുറവും രാത്രി കൂടുതലും ആവുന്നത്. അപ്പം രാവിലത്തെ പരിപാടികളൊക്കെ ചെയ്യുവാണ്. അത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം കുറച്ച് നേരത്തെ പോകേണ്ടത് കൊണ്ട് തന്നെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി, അതിനുശേഷം ചട്നി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സാമ്പാറും ഉണ്ട്. അപ്പം തലേ ദിവസത്തെ സാമ്പാറാണ്, അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലത്തെ ഇഡ്ഡലി മാത്രം റെഡിയാക്കി വെച്ചിട്ട് പോവുകയാണ് ചെയ്തത്. ഞാൻ വിക്കിൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അത് വിക്കിൻ്റെ നാളെ സ്കൂൾ തുടങ്ങുകയാണ്, എന്ന് വെച്ചാൽ ഇന്നിപ്പം ചൊവ്വാഴ്ചയാണ്. അപ്പം ബുധനാഴ്ച സ്കൂൾ തുടങ്ങുകയാണ്. അപ്പം അവർക്ക് കുറച്ച് ഇലക്ട്രോണിക് ഡിവൈസൊക്കെ തരും. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം. അപ്പം 9 മണിക്ക് പോകണമെന്നാണ്, 9 മണി തൊട്ടാണ് സമയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പോവുകയാണെങ്കിൽ തിരക്കുണ്ടാവില്ലല്ലോ, സേഫായിട്ട് പോയിട്ട് വരാം. അപ്പോൾ ഏട്ടനാണെങ്കിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പോകണം. അപ്പോൾ വിക്കി എണീറ്റിട്ടില്ല, വിക്കി ഉറങ്ങാണ്. അപ്പോൾ ഓർത്തു വിക്കി ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നടന്നിട്ട് പോയാൽ മതി, ബസ്സിലും പോവാം. പക്ഷെ ബസ്സിൽ വേണ്ട എന്ന് വിചാരിച്ചു. ബസ്സിൽ വെറുതെ എന്തിനാ പോയിട്ട്, അപ്പോൾ നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ. സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ രാവിലെ അല്ലേ, നല്ല ക്ലൈമറ്റ് ആണ്. എന്ന് വെച്ചാൽ തണുപ്പാണ്, അത്ര തണുപ്പില്ല എന്നാലും, പക്ഷെ കുഴപ്പമില്ല. അപ്പം ഈ സമയത്താകുമ്പോൾ ഒന്ന് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. തിരക്ക് വരുന്നതിന് മുന്നേ പോയിട്ട് വരുവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. മാസ്ക് മാത്രമല്ല കേട്ടോ, ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ, അപ്പം അതുകൊണ്ട് ഗ്ലൗസും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടിരിക്കുക. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത് ബാക്ക് ക്യാമറ വെച്ചതാണ്. വെറുതെ മാസ്ക് വെച്ചിട്ടുള്ള മുഖം കണ്ടിട്ട് ഇരിക്കുമ്പോൾ ശരിക്കും ബോറടിക്കില്ല, ഒരു എന്തോ പോലെ ആയിരിക്കുമല്ലോ. എനിക്ക് തന്നെ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ, എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണുമ്പോൾ തന്നെ ഒരു അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ ആക്കിയാണ്. അപ്പം ഫ്രണ്ടല്ല, ബാക്ക് ക്യാമറ. അപ്പം ഇങ്ങനെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അപ്പം ആ പോകുന്ന വഴിക്കൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോഴത്തേക്കും എന്തേ കണ്ടോ, നമ്മുടെ ഒരു പൂവുണ്ടല്ലോ, 4 മണി പൂവെന്നല്ലേ ഇതിനെ പറയാം. അപ്പം നാട്ടിലെ പൂവ് പോലെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ നാട്ടിലെ ടൈപ്പ് ഓഫ് പൂവൊക്കെ ഇവിടെ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു സന്തോഷമാണ്. നമ്മൾ ഈ മലയാളികൾ പുറത്തു നിന്നൊക്കെ പോകുമ്പോൾ മലയാളികളെ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള വേറെ എന്ത് സാധനം കാണുവാണെങ്കിലും. ആ 4 മണി പിങ്ക് കളർ പൂവിന് വേറെ വല്ല പേരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, കാരണം എനിക്ക് 4 മണി പൂവെന്നാണെന്ന് വെച്ചാൽ 4 മണിക്ക് മാത്രമേ അത് വിരിയുള്ളൂ. മറ്റേ നമ്മുടെ 10 മണി പൂവല്ല, 10 മണി 8 മണി എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു കുഞ്ഞു കുഞ്ഞു പൂവുണ്ടല്ലോ, അതല്ലാതെ ഇതെന്ന് പറയണത് 4 മണി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം അതല്ലാതെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണേ. ശരിക്കുള്ള പേര് ഇത് തന്നെ ആണോ എന്നറിയില്ല. അപ്പം പിന്നെന്താ, ഇവിടെയൊക്കെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് സ്ഥലങ്ങളൊക്കെ. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ കാണേണ്ട ആവശ്യമില്ലല്ലോ, കാരണം പാർക്കിൽ പോകുമ്പോഴും ഇതൊക്കെ തന്നെയാണ് കണ്ടത്. പക്ഷെ രണ്ടും 2 റൂട്ടാണ്. പിന്നെ ഇപ്പം അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല ക്യൂ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല. നമ്മളിപ്പം ഇത്തിരി നേരത്തെ പോയി കഴിയുമ്പം ക്യൂ അധികം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം, കാരണം 12 മണി വരെ എങ്ങാണ്ടാണ് സ്ലോട്ട് തന്നിരിക്കുന്നത്, 9 മണി തൊട്ട് 12 വരെ. അപ്പം അതിൻ്റെ ഇടയിൽ ചിലപ്പം കുറച്ച് നേരത്തെ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് വേഗം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാമല്ലോ. ആ ഒരു രീതിയിലാണ് ഇപ്പം നേരത്തെ തന്നെ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 8:30 കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം 9-ൻ്റെ ഉള്ളിൽ എത്തും. 9-ൻ്റെ ഉള്ളിലല്ല, ഒരു 8:45 ആകുമ്പോഴത്തേക്കും തന്നെ എത്തും. ഒരു 15 മിനിറ്റാണ് നമ്മൾ നടക്കാനാണെങ്കിൽ. കുറച്ച് സ്പീഡിൽ നടക്കുവാണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും. ഞാനിപ്പം വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ നടക്കുന്നതുകൊണ്ട് കുറച്ചിങ്ങനെ സ്ലോ ആയിട്ട് നടക്കുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് ബുക്ക് വാങ്ങിക്കാൻ ഇതുപോലെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നൊക്കെ ബുക്ക് വരുമ്പം നമ്മൾ അത് വാങ്ങിക്കാൻ പോലെ ആ ഒരു ഫീലാണ് എനിക്കിപ്പം ഇങ്ങനെ പോകുമ്പോൾ ഉള്ളത്. പക്ഷേ ഇവർക്ക് ബുക്കല്ല കിട്ടുന്നത്. പോരാത്തത് ഇത്തവണ നമ്മൾക്കെല്ലാം ഓൺലൈനിൽ പഠനം ആയതുകൊണ്ട് തന്നെ ബുക്കിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പം ഇവർക്ക് ഇതാണ് കൊടുക്കുന്നത്, എന്തോ ടാബ്ലറ്റാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര നമ്മുടെ ആ പഴയൊരു രീതിയിലുള്ള ഫീലൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എനിക്ക് അതാ ഓർമ്മ വരുന്നത്. നമ്മളവിടെ അങ്ങനെയല്ല, ഒരു പ്രീ KG മുതൽ 4ാം ക്ലാസ് വരെ അങ്ങനെയാണ്.
നമ്മൾ പണ്ട് ബുക്കൊക്കെ വാങ്ങിക്കാൻ ഇങ്ങനെ പോകത്തില്ലായിരുന്നു, അപ്പോൾ ക്യൂ നിൽക്കുന്ന ആ ഒരു ഫീല്. പക്ഷേ നമുക്ക് ബുക്കാണെങ്കിൽ ഇവർക്കിപ്പം ലാപ്ടോപ്പും ടാബ്ലറ്റും ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ വിക്കിൻ്റെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാവേ. അപ്പോൾ അങ്ങനെ വീടെത്തിയപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഉച്ചയാവാറായി. അപ്പം വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ലേറ്റ് ആയല്ലോ, അപ്പം പെട്ടെന്ന് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും എളുപ്പത്തിലുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പച്ചക്കായ ഉണ്ടായിരുന്നേ, അപ്പോൾ കായയുടെ തൊലിയും അതേപോലെ ചെറുപയറും കൂടി ഇട്ടിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതേപോലെ തന്നെ ആ കായ കൊണ്ട് തന്നെ നമുക്കൊരു ചാറുകറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ ഇനിയിപ്പോൾ വേറെ പച്ചക്കറികളൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും ഇതുണ്ട്, അപ്പം ഇതിന് വേണ്ടിയിട്ട് തൊലിയുടെ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് തൊലിയൊക്കെ ഒത്തിരി കളഞ്ഞായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് തന്നെ വിചാരിച്ചായിരുന്നു ഉണ്ടാക്കണമെന്ന്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു ഇങ്ങനെ ഇത്തിരി കറുപ്പ് കളറായിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിരുന്നില്ലേ, വാങ്ങിയിട്ടൊരു ഇച്ചിരി സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഇതാകുമ്പം ഫ്രഷ് ആയിട്ട് കിട്ടി, നല്ല പച്ചയായിട്ടുള്ള തൊലിയെ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എന്തായാലും കളയാൻ തോന്നിയില്ല. അപ്പം പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. ഇങ്ങനെ ഇവിടെ പച്ചയായിട്ടാണ് കിട്ടുക, അപ്പോൾ നമ്മൾക്ക് അതിനെ പഴുപ്പിച്ചിട്ട് നേന്ത്രപ്പഴം ആക്കിയിട്ട് ഉപയോഗിക്കാം, അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഇത് നല്ല പച്ചയായിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഓർത്ത് എന്തായാലും തൊലി കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഇതാകുമ്പം ഇച്ചിരി അത്ര എളുപ്പമല്ല, എന്നാലും ഈ ഒരു തൊലി എടുത്തൊന്ന് മുറിക്കേണ്ട ആ ഒരു കഷ്ടമേ ഉള്ളൂ. എന്തായാലും ഒരു ഇതുകൊണ്ട് തന്നെ 2 കറി ഉണ്ടാക്കാമല്ലോ, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുക്കുവാണ്. അതിനുശേഷം ഇത് നല്ലവണ്ണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാണ്. കുറച്ച് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഇത് ശരിക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ട് തോന്നുള്ളൂ. ടേസ്റ്റി എന്ന് പറയുമ്പം ഇത് ഇച്ചിരി വലുതായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കടിക്കുമ്പോൾ ഒരു ഫീല് വരും, തൊലി കടിക്കുക എന്നുള്ളത്. എനിക്ക് അങ്ങനെയാണ്. എനിക്കിത് പണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത കറിയായിരുന്നു. അധികമൊന്നും നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല. ഞാനിത് ആദ്യമായിട്ട് ആലപ്പുഴയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് കഴിച്ചിരിക്കുന്നത്. ഒരു സദ്യക്ക് ഇങ്ങനെ വിളമ്പിയിട്ട് ചെറുപയറും ഇതിൻ്റെ തോരനും കൂടെ. അപ്പോൾ അത് നല്ല ഇഷ്ടമായിട്ട് തോന്നി. അതിനുശേഷമാണ് പിന്നെ അങ്ങനെ അധികമൊന്നും ഉണ്ടാക്കില്ല. പിന്നെ നാട്ടിലിതുപോലെ വിക്കിക്ക് ഇങ്ങനെ ചെറുതായിരിക്കുന്ന സമയത്ത് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വാഴക്കയുടെ കുറുക്കുണ്ടാക്കുമല്ലോ, നേന്ത്രക്കായയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛൻ ഒത്തിരി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെന്നൈയിലോട്ട്. അപ്പം അത് വാങ്ങിയിട്ട് വന്നിട്ട് നമ്മളിങ്ങനെ തൊലിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഒരുപാട് തൊലി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കളയാൻ പറ്റാണ്ട് അപ്പോഴാണ് പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ചെന്നൈയിലിരിക്കുമ്പോൾ. അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒത്തിരി നാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ ഇത് കിട്ടും നമുക്ക്, നേന്ത്രപ്പഴം ഒരുപാട് എല്ലാ കടയിലും, നമ്മുടെ അമേരിക്കൻ കടയിലാണെങ്കിലും ഉണ്ടാവും. നമ്മുടെ അമേരിക്കൻ അല്ല, ഇവിടുത്തെ അമേരിക്കൻ കടയിലാണെങ്കിലും കിട്ടുമേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഏട്ടനൊന്നും അത്ര താല്പര്യമില്ല. ഞാൻ തോരനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഒരു ദിവസം മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കി നോക്കണം. അതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. തോരനാകുമ്പോൾ ഇച്ചിരി തേങ്ങയും അതുപോലെ പയറും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ടേസ്റ്റൊന്നും ഇതിൻ്റെ പ്രത്യേകിച്ച് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കഴിച്ചു പോവും. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ്. ഇതിൻ്റെ ആ കായ ഇഷ്ടമല്ല, എന്ന് വെച്ചാൽ നേന്ത്രക്കായ കൊണ്ടുള്ള കറി അത്ര ഇഷ്ടമല്ല. കാരണം അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം കായൊക്കെ സാമ്പാറിലിടുവാണെങ്കിലും അതിൻ്റെ തൊലി മാത്രമാണ് ഞാൻ എന്ന് വെച്ചാൽ കഴിക്കുകയുള്ളൂ. നമ്മൾ തൊലിയോട് കൂടെയാണല്ലോ ഇടുക. അപ്പം അത് കഴിക്കാൻ ഒരു ഇച്ചിരി പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാനിതൊക്കെ ഇനി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ അരിഞ്ഞതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിരുമ്മി കഴുകി എടുക്കുകയാണ്. എന്തായാലും നേരത്തെ തന്നെ വാഴയ്ക്ക കഴുകിയതാണ്, വാഴയ്ക്കല്ല നേന്ത്രക്കായ കഴുകിയതിന് ശേഷമാണ് ഇതൊന്ന് അരിയുന്നത് തന്നെ. പക്ഷെ എന്നാലും ഒന്നുകൂടെ കഴുകുക, തൊലിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി അതിന് ശേഷം നമ്മൾക്ക് ഇതും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 4ആക്കി കട്ട് ചെയ്തിട്ട്, 4ആക്കിയിട്ടല്ല ഒരു ഇച്ചിരി കൂടെ ചെറുതാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് വലുതായാലും അത്ര കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് കറിക്ക് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് വയ്ക്കുമല്ലോ, ഒരു ഒഴിച്ച് കറി പോലെ. അപ്പോൾ അത് വെക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലോട്ട് മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ ഇടുക. അതുപോലെ തന്നെ മുളക് പൊടി ഇടുക 1 ടീസ്പൂൺ, അല്ലെങ്കിൽ എരിവിനനുസരിച്ചിട്ട് അതിൽ കുറച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. കുറച്ചെന്ന് പറയുമ്പം കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് തന്നെ ഉള്ളൂ. പക്ഷേ കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് ടേസ്റ്റ് കൂടുതലാണല്ലോ.
അപ്പോൾ ഇതിപ്പം വെന്ത് കഴിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം കറിവേപ്പിലേക്ക് ഇട്ടിട്ടുള്ള നല്ലൊരു മണം ഇപ്പം തന്നെ വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് പുളി ഒഴിക്കണം. ഞാൻ പുളി ഒഴിച്ചിട്ടാണ് സാധാരണ വെക്കാറുള്ളത്. അപ്പം പുളി ഒഴിക്കാതെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം തേങ്ങ മാത്രം അരച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിനി പുളി ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ആ പുളിയുടെ ആ ഒരു ടേസ്റ്റ് വാഴയ്ക്കയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം നന്നായിട്ടിട്ട് തിളപ്പിക്കുവേ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ആ വാഴയ്ക്കൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറി നല്ലൊരു പുളിയുടെ ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇനി നമ്മൾക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് വാഴയ്ക്കയുടെ തൊലി കൊണ്ടുള്ള ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഈ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ തന്നെ നന്നായിരിക്കുള്ളൂ. അപ്പം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണം വെളുത്തുള്ളി ഇടുന്നുള്ളൂ, ഒരു അല്ലി. പിന്നെ ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലിടുന്നുണ്ട്. കൂടുതൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ടോണം നിങ്ങളെല്ലാവരും. അപ്പം ഇട്ടതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കുക, വെള്ളമൊന്നും ചേർക്കാതെ. സാധാരണ തോരൻ ഉണ്ടാക്കുമ്പോഴത്തെ പോലെ തന്നെ. പിന്നെ വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ വെളുത്തുള്ളി നമ്മൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ ഇത് വാഴയ്ക്ക ആയതുകൊണ്ടൊന്ന് വെളുത്തുള്ളി ചേർത്തതാണ്. അപ്പോൾ ഇനി നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പിന്നെ ഒരു ചെറിയ സവോളയുടെ ഒരു അരഭാഗം എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലോണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ ഉണ്ടാവുമേ. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇടാം. ഞാനിപ്പം കുഞ്ഞുള്ളി എടുക്കുന്നില്ല. അപ്പം അതിന് ശേഷം നമ്മുടെ വാഴയ്ക്ക ഇതിലോട്ട് കൊട്ടുക, പിന്നെ അരപ്പും കൂടെ കൊട്ടുക, വാഴയ്ക്കയുടെ തൊലി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ പയറും ചേർക്കുക. പയറിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ നമ്മൾക്ക് ഈ തൊലിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്താൽ മതി. അപ്പം ഞാനിവിടെ പിന്നെയും ഉപ്പ് നോക്കിയിട്ട് ഉപ്പെല്ലാം ചേർത്ത് ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അതൊന്ന് ആവിയിൽ വെന്താൽ മതി. നമ്മൾക്ക് അതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നല്ലൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോഴേ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ വാഴയ്ക്കൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് തേങ്ങ അരച്ച് ചേർക്കുകയാണ്. തേങ്ങ മാത്രമേ അരയ്ക്കണുള്ളൂ. ആ തേങ്ങയിലോട്ട് ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള തേങ്ങ അരച്ച് ചേർക്കുക. പിന്നെ ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇനി അതൊന്നുകൂടെ ആ തേങ്ങയുടെ പച്ചമണം മാറണ വരെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ വാഴയ്ക്ക കറി റെഡി ആയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉപ്പേരിയും കൂടെ ഇളക്കുന്നുണ്ട്. കാരണം അത് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചതാണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണ് നമ്മൾ മൂടി വയ്ക്കുന്നതെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇനി വാഴയ്ക്ക കറിയിലോട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ ചേർത്താണ്, എന്നാലും ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിന് ശേഷം ചേർക്കുക. അപ്പോൾ ഇത് നമ്മുടെ വാഴയ്ക്കയുടെ തൊലിയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അതുണ്ടോ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്ന് നന്നായിട്ട് കറക്റ്റായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന് ഞാനിനി ഇത് താളിക്കണില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചില്ല ഒരു കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു മീൻ കറിയുടെയൊക്കെ ടേസ്റ്റ് വരും. നമ്മൾ അടുത്ത ദിവസം കഴിക്കുകയാണെങ്കിൽ ശരിക്കും മീൻ കറിയുടെ ടേസ്റ്റാണ്. അത് ഇതുവരെ ഇങ്ങനെ പുളി ഒഴിച്ചിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ശരിക്കും നല്ലൊരു എന്താ പറയുന്നത്, ഇപ്പോൾ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു മീൻ കറിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് വരുന്നത് കഴിക്കുമ്പോൾ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് എന്ന് പറയണത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി അതിന് ശേഷം പിന്നെ ഞങ്ങൾ കഴിക്കുകയായിരുന്നു. കാരണം എല്ലാവരും വിശന്ന് ഇരിക്കുമായിരുന്നു, ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഉച്ചയ്ക്കലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം ഊത്തപ്പം ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഊത്തപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതിന്. അപ്പോൾ 4 മണിക്ക് അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഉണ്ടാക്കിയത്. 4 മണിയല്ല, ഒരു 5-6 മണിയൊക്കെ ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോള ചെറുതായിട്ട് അരിയുവാണ്. ഏറ്റവും ചെറുതായിട്ട് അരിയണതാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് ഇടാനും നന്നായിരിക്കും. അതേപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകും നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ അതിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഇഡ്ഡലിപ്പൊടി ഉണ്ടല്ലോ
അതും അതുപോലെ 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണേ. പിന്നെ ഈ സാമ്പാർ പൊടിയുടെയും ഇഡ്ലിപ്പൊടിൻ്റെയും റെസിപ്പി ഞാൻ ലിങ്ക് കൊടുക്കാം, നേരത്തെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പൊടികൾ തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ പൊടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾക്ക് ദോശ ഉണ്ടാക്കാം. ദോശയല്ല, ഊത്തപ്പം ഉണ്ടാക്കാം. ഊത്തപ്പം ഒരുപാട് നമ്മൾ തിന്നാക്കില്ല, ഇച്ചിരി കട്ടിയായിട്ടാണ് മാവ് ഒഴിക്കുക. പിന്നെ മാവ് എപ്പോഴും എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല പുളിയുള്ള മാവ് തന്നെ വേണം. എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് പിന്നെ ദോശ ഉണ്ടാക്കും. അതിനുശേഷം അടുത്ത ദിവസം, രണ്ടാമത്തെ ദിവസം നമ്മൾക്ക് ഊത്തപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസമാണെങ്കിലും മതി, ഊത്തപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പം നമ്മൾ ആ മാവ് വേവുന്നതിന് മുന്നേ തന്നെ ഉള്ളി ഇടണം, എന്നാലേ അതൊക്കെ ആ ഊത്തപ്പത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയുള്ളൂ. അപ്പം എല്ലാം ഇട്ട് പച്ചമുളകും ഇടുക. പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മുടെ ആ പൊടി ഉണ്ടല്ലോ അത് ഇതിലോട്ട് വിതറി കൊടുക്കണം. അത് നമ്മൾക്ക് എരിവിനനുസരിച്ചിട്ടും ഒക്കെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ വേണമെങ്കിൽ ഇടാം. നമ്മൾ ഈ സാമ്പാർ പൊടിയൊക്കെ ചേർക്കുന്നത് അതൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ അധികം അങ്ങനെ ആരും ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഊത്തപ്പത്തിന് നല്ലൊരു മണമായിരിക്കും കിട്ടുന്നത്, നല്ല ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അഥവാ ഊത്തപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഊത്തപ്പം ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം അത് കുറച്ച് നന്നായിട്ട് നിന്നോളും. പിന്നെ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ നല്ലെണ്ണ ഉണ്ടല്ലോ അത് ഒഴിക്കാം, അത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പം അതൊഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾക്കൊന്ന് ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, ബാക്ക് സൈഡ് അങ്ങ് കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ ഇനി അതൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നേരം പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഒരു മിനിറ്റോളം നമ്മൾക്ക് അത് അങ്ങനെ തന്നെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഊത്തപ്പം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ദേ ആദ്യത്തെ ഊത്തപ്പം റെഡിയായി. നല്ല ടേസ്റ്റി ആയിരുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേപോലെ തന്നെ ഇനിയും ഊത്തപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. ശരിക്കും ഒരുപാട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ വ്ളോഗായിരുന്നു. പക്ഷേ സ്കൂളിൽ പോയി വന്നപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി, അതുകൊണ്ട് തന്നെ പകുതി ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് കുഞ്ഞു വ്ളോഗായിട്ട് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ ഇട്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ ഒരു വലിയ വ്ളോഗായിട്ട് തന്നെ വരാം. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.